ഹായ്, LP-UP സിലബസ് ബേസ്ഡ് 5-ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ടോപ്പിക്ക് നവോത്ഥാന നായകരാണ്. ഇന്നത്തോടു കൂടി നവോത്ഥാന നായകർ കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാ നവോത്ഥാന നായകരെയും ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. അതേപോലെ തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് വേണം കേട്ടോ കാണാൻ. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകി. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ്? GP പിള്ളയാണ്. CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതിയത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ എഴുതിയതാരാണ്? CV രാമൻ പിള്ള. നേതൃത്വം നൽകിയത് GP പിള്ള. KP കേശവ മേനോനാണ്, ശങ്കരമേനോനാണ് ആദ്യമായി ഒപ്പുവെച്ചത്. രണ്ടാമതായി ഒപ്പുവെച്ചത് GP പിള്ളയാണ്. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. അതേപോലെ തന്നെ 1891 ജനുവരി 1-നാണ് 1028 പേർ ഒപ്പുവെച്ച നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയൽ വർഷം, ഡേറ്റ്, മാസമൊക്കെ നോക്കുക. 1891 ജനുവരി 1-നാണ് കേട്ടോ. അത് ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് മലയാളി മെമ്മോറിയൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി. GP പിള്ളയുടെ പ്രത്യേകതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ആര്? GP പിള്ള. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ മദ്രാസ് സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിൻ്റെതായിരുന്നു. GP പിള്ളയുടെ പത്രമാണ് ഏത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. ആധുനിക തിരുവിതാംകൂറിലെ, അതുപോലെ തന്നെ ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നുകൂടി GP പിള്ളയെ അറിയപ്പെടുന്നു. മലയാളി മെമ്മോറിയലിൻ്റെ ആപ്തവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക്. അടുത്തത് മക്തി തങ്ങൾ. കഠോര കൂടാരം, മുസ്ലിം ജ്ഞാനവും വിദ്യാഭ്യാസവും എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ് മക്തി തങ്ങൾ. നബി നാണയം എന്ന പേരിൽ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം മക്തി തങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദീയ സൊസൈറ്റി രൂപീകരിച്ചു. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 5 തെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററാണ് CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററുടെ പേരെന്താണ്? CP ഗോവിന്ദപിള്ള. അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതായിരുന്നു. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പത്രമാണ്. മാറരുത്. അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതും അൽ അമീൻ എന്ന പത്രം അബ്ദുറഹ്മാൻ സാഹിബിൻ്റേതുമാണ്. കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് രണ്ടും ഒരുമിച്ച് അവിടെ എഴുതി കൊടുത്തത് കേട്ടോ. അൽ ഇസ്ലാം എന്നത് അറബി മലയാളത്തിൽ ഉള്ള മാസികയായിരുന്നു. ദയഉ സബാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്നിവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഐക്യ മുസ്ലിം സംഘം, ഇസ്ലാം ധർമ്മ പരിപാലന സമാജം, അഖില തിരുവിതാംകൂർ മുസ്ലിം
മഹാജനസഭ, ധർമ്മപോഷിണി സഭ എന്നിവ വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ചതാണ്. ചിറയിൻ കീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തെയായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയാണ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡ് ചെയർമാനാക്കിയത്. എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതിന്നാണ് എവിടുന്നാണ് ചോദ്യം വരിക എന്നറിയില്ല. അതുകൊണ്ടാണ് ഒരു പോയിൻ്റ് പോലും വിടാതെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. മുസ്ലിം പ്രിൻറ്റിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കെ രാമകൃഷ്ണപിള്ള 1906 കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായത്. ആദ്യ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയായിരുന്നു. 1906 കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായത്. 1910 സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി കെ രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. 1910 സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി കെ രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാരിയാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. തിരുവിതാംകൂർ ദിവാൻ എന്നാരായിരുന്നു? P. രാജഗോപാലാചാരി. ഗാന്ധിജിയുടെയും കാൾ മാക്സിൻ്റെയും ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശാരദ. സ്വദേശാഭിമാനി പത്രത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേരാണ് 1,00,000 രൂപ. 1,00,000 രൂപ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ എഴുതിയ ജീവചരിത്രമാണ് വ്യാഴവട്ടസ്മരണകൾ. 1916 മരണപ്പെട്ടത്. പയ്യാമ്പലം ബീച്ചിലാണ് അടക്കം ചെയ്തത്. അടുത്തത് തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ആദ്യകാല നാമമാണ് സുബ്ബരായൻ. ശിവരാജയോഗി അയ്യാ സ്വാമികൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പാണ്ടിപ്പറയൻ എന്ന് സവർണർ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. തൈക്കാടയ്യയെ. തൈക്കാടയ്യയുടെ ആദ്യകാല നാമമാണ് സുബ്ബരായൻ. ശിവരാജയോഗ സ്വാമികൾ അയ്യാ സ്വാമികൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പന്തിഭോജനം സംഘടിപ്പിച്ചു. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരെ ഒന്നിച്ചിരുത്തി ഭക്ഷണം നൽകുന്നതിനെയാണ് പന്തിഭോജനം എന്ന് പറയുന്നത്. സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നും അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ എന്നിവരുടെ എല്ലാം ഗുരുവായിരുന്നു തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും കുമാരനാശാൻ്റെയും ഗുരുവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നൊരു സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ ഗുരു. കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തത് KPCC ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ഇത് രണ്ടും മാറാതെ പഠിക്കട്ടെ. എന്തിൻ്റെ സെക്രട്ടറിയാണ്, എന്തിൻ്റെ പ്രസിഡൻ്റാണ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പഠിക്കാം. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിരാഹാരം അവസാനിപ്പിച്ചത്.
കേരളത്തിലെ പ്രധാന ഉപ്പു സത്യാഗ്രഹ കേന്ദ്രമായിരുന്ന പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. ഇതെല്ലാവർക്കും എപ്പോഴും അറിയുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ KPCC പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ KPCC പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ജാതി നാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭയുടെ സ്ഥാപകൻ. സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ എഡിറ്ററും സ്ഥാപകനും ആരായിരുന്നു? സി കൃഷ്ണനായിരുന്നു. മിതവാദി എന്ന പത്രം ആരംഭിച്ചത് കൊണ്ട് അദ്ദേഹം മിതവാദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സി കൃഷ്ണൻ 1913 കോഴിക്കോട് നിന്നാണ് മിതവാദി പത്രം ആരംഭിച്ചത്. 1907 മൂർക്കോത്ത് കുമാരൻ മിതവാദി എന്ന പേരിൽ പത്രം തലശ്ശേരിയിൽ ആരംഭിച്ചിരുന്നു. ബൈബിൾ ഓഫ് തിയാസ്, ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്നൊക്കെ അറിയപ്പെടുന്നത് മിതവാദി പത്രമാണ്. ബൈബിൾ ഓഫ് തിയാസ്, ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്നൊക്കെ അറിയപ്പെടുന്നത് മിതവാദി പത്രമാണ്. വീണപൂവ്, ഒ ചന്തുമേനോൻ്റെ ജീവചരിത്രം എന്നിവ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ്. കോഴിക്കോട് തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് സി കൃഷ്ണൻ. ബാലപ്രബോധിനി സംസ്കൃത പാഠശാലയുടെ സ്ഥാപകനാരായിരുന്നു? സി കൃഷ്ണനായിരുന്നു. മഹാബോധി ബുദ്ധ മിഷൻ കോഴിക്കോട് സ്ഥാപിച്ചു. അടുത്തത് പി കൃഷ്ണപിള്ള, സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നു. പി കൃഷ്ണപിള്ളയാണ് കേട്ടോ, അത് മാറരുത്. അദ്ദേഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ബ്രാഹ്മണനല്ലാത്ത ആദ്യ വ്യക്തി. ഇനി അടുത്തത് വേലുക്കുട്ടി അരയൻ. അരയ വംശ പരിപാലിനി യോഗത്തിൻ്റെ സ്ഥാപകനാണ് വേലുക്കുട്ടി അരയൻ. തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയുടെ സ്ഥാപകനാണ് വേലുക്കുട്ടി അരയൻ. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചിരുന്നു. അരയൻ എന്ന മാസിക സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ധർമ്മപോഷിണി എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? വേലുക്കുട്ടി അരയൻ. ഇനി ശുഭാനന്ദ ഗുരുദേവൻ. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നുമില്ലല്ലോ, ഇതൊക്കെ വരുമോ? ഇങ്ങനെ റയറായിട്ട് ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണല്ലോ അത് പിന്നീട് അടുത്ത എക്സാമിന് പ്രീവിയസ് ആവുക. അപ്പോൾ അതുപോലെ ചിലപ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ PSC പരീക്ഷകളിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിൻറ്റും വിടാതെ പഠിക്കുക കേട്ടോ. ശുഭാനന്ദ ഗുരുദേവൻ. പാപ്പൻകുട്ടി എന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമാണ്. ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകനാണ് ശുഭാനന്ദ ഗുരുദേവൻ. അടുത്തത് CV കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ. 1914 കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് കേരള കൗമുദി പത്രം ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രമാണ് കേരള കൗമുദി. ഈഴവ കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ. ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസ്റ്റിൽ എന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ അതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് മുഹമ്മദ് അബ്ദുറഹ്മാനെ അറിയപ്പെടുന്നു. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. അൽ അമീൻ എന്ന പത്രം 1924 കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത്. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്.
കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് NP മുഹമ്മദാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് NP മുഹമ്മദ്. ഹെർമൻ ഗുണ്ടർട്ട് സ്വദേശം ജർമ്മനിയിലാണ്. 1847 തലശ്ശേരിയിൽ നിന്ന് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പുറത്തിറക്കിയത് അദ്ദേഹമാണ്. പക്ഷിമോദയം എന്ന പ്രസിദ്ധീകരണം 1847 പുറത്തിറക്കി. യൂറോപ്പിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയുമായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി പുറത്തിറക്കി. മലയാളത്തിലെ ആദ്യത്തെ കോംപ്രഹെൻസീവ് ഗ്രാമർ വർക്ക് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. കല്ലുകൊണ്ടുള്ള അച്ച് കേരളത്തിൽ അവതരിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. കേരളോൽപ്പത്തി, കേരളപ്പഴമ, സത്യവേദ ഇതിഹാസം എന്നീ 3 പുസ്തകങ്ങൾ രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അർണോസ് പാതിരിയും ജർമ്മനിയാണ് സ്വദേശം. യഥാർത്ഥ നാമം ജോഹൻ എർണസ്റ്റ് ഹാങ്സെൽഡൻ. പുത്തൻ പാനയുടെ രചയിതാവാണ് അർണോസ് പാതിരി. മലയാളത്തിൽ ആദ്യമായി ലെക്സിക്കൻ ഗ്രാമർ വർക്ക് തയ്യാറാക്കി. മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ വർക്ക് ലീലാതിലകമാണ്. അത് തയ്യാറാക്കിയത് ഏഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. കുറുമ്പൻ ദൈവത്താൻ ആദ്യകാല നാമം നടുവത്തമ്മൻ. ഹിന്ദു പുലയ സമാജ സ്ഥാപകനാണ് കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭയുടെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ PK ചാത്തൻ മാസ്റ്റർ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഇതൊക്കെ കോഡ് വെച്ച് കൺഫ്യൂഷൻ ആവാതെ പഠിക്കാം. നമുക്ക് ഇവിടെ മാർക്ക്, നമുക്ക് ചോദ്യം കേട്ടിട്ടുണ്ടാവും, ഉത്തരം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നൂല. ഇതന്നെയാണ് ഉത്തരം, ഇതന്നെയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. പുലയ മഹാസഭ എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നത് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ്. എഴുതിയത് ബാബു തോമസ് ആണ്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നത് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ്. എഴുതിയത് ബാബു തോമസ്. ആനന്ദതീർത്ഥൻ ആദ്യകാല നാമം ആനന്ദശേണായി. ജാതിനാശിനി സഭയുടെ സ്ഥാപകനാണ് ആനന്ദതീർത്ഥൻ. കേളപ്പനാണ് ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്. അടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈഴവ സമുദായത്തിൽപ്പെട്ട നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകി. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകി. അടുത്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധനി സഭയുടെ സ്ഥാപകനാണ് അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചിരുന്നു അയ്യത്താൻ ഗോപാലൻ. ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ബ്രിട്ടീഷുകാർ റാവു സാഹിബ് എന്ന് ബഹുമതി നൽകി. അടുത്തത് ആഗമാനന്ദൻ. കാലടിയിൽ രാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദനാണ്. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം. പ്രബുദ്ധ കേരളം എന്ന മാസിക പുറത്തിറക്കി. പ്രബുദ്ധ കേരളം എന്ന മാസിക പുറത്തിറക്കി. പ്രബുദ്ധ ഭാരതം എന്ന പുസ്തകം സ്വാമി വിവേകാനന്ദൻ്റെതാണ്. മാസിക ആരതാണ്? ആഗമാനന്ദനാണ്. പാമ്പാടി ജോൺ ജോസഫ്. ചേരമർ മഹാജനസഭയുടെ സ്ഥാപകനാണ്
പാമ്പാടി ജോൺ ജോസഫ്. ചേരുമ ബോയ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സാധു ജനദൂതൻ എന്ന മാസിക പാമ്പാടി ജോൺ ജോസഫിൻ്റേതാണ്. അപ്പോൾ നമ്മൾ ഈ മാക്സിമം എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാണുക. ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ എഴുതുക. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് പോലും മിസ്സാവില്ല. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണേ.